ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബി.ജെ.പിക്ക് വൻ ബാധ്യതയാണ്. ഇങ്ങനെ ഈ റിട്ടയർ ചെയ്തിട്ടുള്ള IPS IAS ഓഫീസർമാർ ഓരോ ദിവസവും വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. വലിയൊരു കെണിയിലാണ് ബി.ജെ.പിയെ കൊണ്ടുപോയിട്ട് ഈ ശ്രീലേഖ IPS കൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. ബി.ജെ.പിയെ സംബന്ധിച്ച് ബി.ജെ.പി കേരളത്തിൽ അവർക്ക് രാഷ്ട്രീയമായി മുൻപോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ റിട്ടയർ ചെയ്തിരിക്കുന്ന ഈ ഗവൺമെന്റ് സിവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വെച്ച് മുമ്പോട്ട് പോകാം എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല. പിണറായി വിജയനോടുള്ള ഒരു എതിർപ്പാണ് ജേക്കബ് തോമസിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ആരോപണ പൊളിറ്റിക്സിൽ മാത്രമാണ് ഇവർ നിലകൊള്ളുന്നത്. അതിനപ്പുറത്തേക്ക് നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയം ഇവർ പറയുന്നില്ല. അടിത്തട്ട് മുതൽ സംഘടനാ പ്രവർത്തനം നടത്തി ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കന്മാരുണ്ട് ബി.ജെ.പിക്കകത്ത് തന്നെ. അവരെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. നമസ്കാരം. ഈ റിട്ടയർഡ് IAS IPS ഓഫീസർമാർ ബി.ജെ.പിക്ക് ഒരു തലവേദനയാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബി.ജെ.പിക്ക് വൻ ബാധ്യതയാണ്. ഇങ്ങനെ ഈ റിട്ടയർ ചെയ്തിട്ടുള്ള IPS IAS ഓഫീസർമാർ ഓരോ ദിവസവും വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ ബി.ജെ.പി വൻ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ശ്രീലേഖ IPSനെ പോലെയുള്ള ഒരു മുതിർന്ന IPS ഓഫീസറെ നമുക്കങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. മുതിർന്ന IPS ഓഫീസർ, DGP റാങ്കിലിരുന്ന ഒരു IPS ഓഫീസർ, ആ IPS ഓഫീസറൊക്കെ ഒരു കോർപ്പറേഷൻ കൗൺസിലിലേക്ക് മത്സരിക്കുന്ന സമയത്ത് പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകളുണ്ട്. ഇതെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ഒരു മത്സരമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിലീപ് വിഷയത്തിൽ വിധി വന്ന ഉടനെ ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അവർ മത്സര രംഗത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നതിനപ്പുറത്ത് ഒരു റിട്ടയർഡ് IPS ഓഫീസറാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില പക്വതകൾ പാലിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ അവർ കാണിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സീപോൾ സർവേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രീപോൾ സർവേ എടുത്ത് അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തൊരു വലിയ അബദ്ധമാണ് അവർ കാണിക്കുന്നതെന്ന് അറിയാം. അതൊക്കെ ബി.ജെ.പിയെ സംബന്ധിച്ചിട്ട് ബി.ജെ.പിയുടെ ഇലക്ഷൻ റിസൾട്ടിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അത് കൂടാതെ തന്നെ ഈ സീപോൾ സർവേ എവിടെ നിന്നാണ് ഇപ്പോൾ വന്നത്? ഒരു സീപോൾ സർവേ വരണം എന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമല്ലേ ഈ സീപോൾ സർവേ ഒക്കെ വരാൻ പാടുള്ളൂ. ഇത് ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ബി.ജെ.പിയുടെ ഒരു സ്ഥാനാർത്ഥിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ സർവേ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ബി.ജെ.പി ഇനി വിശദീകരണം നൽകേണ്ടി വരും, പൊതുസമൂഹത്തോട് വിശദീകരിക്കേണ്ടി വരും. വലിയൊരു അബദ്ധത്തിലാണ്, അല്ലെങ്കിൽ വലിയൊരു കെണിയിലാണ് ബി.ജെ.പിയെ കൊണ്ടുപോയിട്ട് ഈ ശ്രീലേഖ IPS കൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. പക്ഷെ ഇനി ശ്രീലേഖ IPS ഒക്കെ ഒരു പക്ഷേ മേയറായിട്ട് വന്നു കഴിഞ്ഞാലത്തെ അവസ്ഥയെക്കുറിച്ച് ബി.ജെ.പി രണ്ടു വട്ടം ചിന്തിക്കും. ഇനി ബി.ജെ.പി തിരുവനന്തപുരം കോർപ്പറേഷൻ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ശ്രീലേഖ തന്നെ മേയർ ആക്കണോ വേണ്ടയോ എന്ന് ബി.ജെ.പി ഇനി പലകുറി ആലോചിക്കേണ്ടി ചെയ്യില്ല. കാരണം ഇപ്പോഴേ ഇതേപോലെയുള്ള അബദ്ധങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ഇനി മേയർ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ബി.ജെ.പിക്ക് ദിവസവും തലവേദന ആയിരിക്കില്ലേ? ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ശ്രീലേഖ IPSനോട് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് പറയേണ്ടി വന്നു, ഇനി ഇലക്ഷൻ കഴിയുന്ന സമയം വരെ മാധ്യമങ്ങളെ കാണാൻ പാടില്ല എന്നുള്ള വിലക്ക് വരെ ഏർപ്പെടുത്തേണ്ടി വന്നു. അപ്പോൾ ശ്രീലേഖ IPSനെ പോലെയുള്ള ഒരാൾ ബി.ജെ.പിക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു IPS വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ അവർ തീർച്ചയായിട്ടും ബി.ജെ.പിക്ക് തലവേദന സൃഷ്ടിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ IPSൽ നിന്ന് ബി.ജെ.പിയിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ് TP സെൻകുമാർ, അതോടൊപ്പം തന്നെ ജേക്കബ് തോമസ്. ഇവരൊക്കെ ആ കാലാകാലങ്ങളിൽ ബി.ജെ.പിക്ക് വേണ്ട പേരുദോഷം വേണ്ട സമയങ്ങളിലൊക്കെ ചാർത്തി കൊടുക്കാനായിട്ട് പരസ്പരം മത്സരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് മുമ്പിലുള്ളതാണ്. അതുകൊണ്ട് ബി.ജെ.പിയെ സംബന്ധിച്ച് ബി.ജെ.പി കേരളത്തിൽ അവർക്ക് രാഷ്ട്രീയമായി മുൻപോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ റിട്ടയർ ചെയ്തിരിക്കുന്ന ഈ ഗവൺമെന്റ് സിവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വെച്ച് മുമ്പോട്ട് പോകാം എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല. കേരളത്തിലെ മലയാളികളെ സംബന്ധിച്ചിട്ട് അവർ പ്രബുദ്ധരാണ്. നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇപ്പോൾ IPS IAS റിട്ടയർ ആയിട്ടുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ വലിയൊരു സ്വീകാര്യത ലഭിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെല്ലാവരും ഭയങ്കരമായിട്ട് ഒരു അത്ഭുതത്തോടു കൂടിയാണ് IPS IAS ഓഫീസർമാരെയൊക്കെ നോർത്ത് ഇന്ത്യക്കാരൊക്കെ കാണുന്നത്. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല സാഹചര്യം. കേരളത്തിൽ ഇവിടെ ഇപ്പോൾ IPS IAS ഓഫീസറുടെ അത്ര തന്നെ ഈക്വൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ഇതൊരു മഹാത്ഭുതമൊന്നുമല്ല. ഇത്രയും നാൾ ഗവൺമെന്റ് സർവീസിലിരുന്ന് ജനങ്ങളുടെ നികുതി ശമ്പളമായി മേടിച്ച് ജനങ്ങളെ സേവിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് അവർ. ഇനി അവർ കുറച്ച് സമയം അവരുടെ റിട്ടയർമെന്റ് കാലം ആസ്വദിക്കുകയല്ലേ വേണ്ടത്? ഇത്രയും കാലം അവർ പെയ്ഡ് ആയിട്ടുള്ള ജനസേവനം നടത്തിയിട്ടുള്ള ആളുകളാണ്. അവരിപ്പോൾ പൊളിറ്റിക്സിൽ വന്നിട്ട് ഒരു അധികാരം മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നത് നമുക്ക് പറയാതെ പറയേണ്ടി വരും. ഇപ്പൊ കോൺഗ്രസിനകത്തേക്കും ഈ അടുത്ത ദിവസം ഒരു IAS ഓഫീസർ വന്നിട്ടുണ്ട്. അയാൾ രാജിവെച്ചിട്ടാണ് കോൺഗ്രസിൽ ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അധികാരം, പൊളിറ്റിക്കൽ പവർ നേടുക എന്നുള്ളത് മാത്രമാണ്. കാരണം സിവിൽ സർവീസ് ആയി ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് ഇവർ കേൾക്കേണ്ടി വന്നിട്ടുള്ള അഭിമാന ക്ഷതങ്ങളുണ്ട്.
ആ ക്ഷതങ്ങൾക്കൊക്കെ ഒരു പ്രതികാരം ചെയ്യുക എന്നൊരു മനസ്സോട് കൂടിയിട്ടാണ് ഇവരൊക്കെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ആ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് അവർ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഈ നാട് ഭരിച്ചുകൊണ്ടിരുന്ന ആളുകളെ മുഴുവൻ അവർ കുറ്റം പറയും. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, ഈ ജേക്കബ് തോമസിന്റെ ഒക്കെ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് BJP അനുകൂല പൊളിറ്റിക്സോ, അദ്ദേഹം RSSലൊക്കെ ചേർന്നിട്ടുണ്ട്, ഒരു RSSകാരന്റെ പൊളിറ്റിക്സ് ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് പിണറായി വിരുദ്ധതയാണ്. പിണറായി വിജയനോടുള്ള ഒരു എതിർപ്പാണ് ജേക്കബ് തോമസിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു പൊളിറ്റിക്സ് ഉള്ളിക്കില്ല. ഈ നാടിനെ കുറിച്ചുള്ള ഏതെങ്കിലും കാഴ്ചപ്പാടുകളെ കുറിച്ച് ജേക്കബ് തോമസ് ഇന്ന് വരെ സംസാരിച്ചു കേട്ടിട്ടുണ്ടോ? ഇവിടെ എല്ലാത്തിനും അഴിമതിയാണ്, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അഴിമതിയാണ് എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ജേക്കബ് തോമസ് കേരള സംസ്ഥാനത്തിന്റെ വികസനത്തെക്കുറിച്ച് ഇതുവരെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതല്ലെങ്കിൽ കേരള സംസ്ഥാനത്തെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ഇങ്ങനെ ഇതേ രീതിയിൽ ആയിരുന്നുവെങ്കിൽ, ഇപ്പൊ ഇൻഡസ്ട്രി ആയിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ റീറ്റെയിൽ ആയിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ യുവജനക്ഷേമം ആയിക്കോട്ടെ, വിദ്യാർത്ഥി ക്ഷേമം ആയിക്കോട്ടെ, കർഷകരായിക്കോട്ടെ, കർഷക തൊഴിലാളികളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടുത്തെ തൊഴിലാളികളായിക്കോട്ടെ, ചുമട്ട് തൊഴിലാളികളായിക്കൊള്ളട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ക്ഷേമത്തെക്കുറിച്ച്, അതല്ലെങ്കിൽ നാടിന്റെ വികസനത്തെക്കുറിച്ച്, പുതിയ പദ്ധതികളെക്കുറിച്ച് ഇന്ന് വരെ ജേക്കബ് തോമസ് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹം സംസാരിക്കുന്ന മൊത്തം എന്താണ്? പിണറായി വിജയൻ അഴിമതിക്കാരനാണ്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ അഴിമതിക്കാരാണ് എന്ന് പറയുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു പൊളിറ്റിക്സ് ഇവർക്കില്ല. ആരോപണ പൊളിറ്റിക്സിൽ മാത്രമാണ് ഇവർ നിലകൊള്ളുന്നത്. അതിനപ്പുറത്തേക്ക് നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയം ഇവർ പറയുന്നില്ല. പിന്നെ വേറൊരാൾ TP സെൻകുമാർ. ഈ TP സെൻകുമാറിനെ അനുകരിച്ചുകൊണ്ട് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു R ശ്രീലേഖ IPS ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്ന്. ഞാൻ പറയട്ടെ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഒരു കോടതി വിധി വന്നു കഴിഞ്ഞാൽ അവർക്ക് ആരെ വേണമെങ്കിലും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ സംസാരിക്കാം. അത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത്, അതും റിട്ടയേർഡ് DGP ആയിട്ടുള്ള ഒരാൾ നടത്തുന്ന പ്രസ്താവനകൾ അത് സൂക്ഷ്മതയോടുകൂടി വേണം നടത്താനായിട്ട്. അത് വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയലാവരുത്. താൻ സേവനമനുഷ്ഠിച്ചിരുന്ന മുഴുവൻ സേനയും അപമാനിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോറ് തന്ന കൈക്ക് തന്നെ കടിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതിന് തുല്യമാണത്. കാരണം ഒരു കാലഘട്ടം മുഴുവൻ, തൻ്റെ നല്ല കാലം മുഴുവൻ ഒരു സേനയ്ക്കയിൽ പ്രവർത്തിക്കുകയും ആ സേനയിൽ നിന്ന് ആനുകൂല്യങ്ങൾ മുഴുവൻ കൈപ്പറ്റുകയും ചെയ്തതിനു ശേഷം ആ സേനയിൽ നിന്ന് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം പുറത്തേക്ക് വരുന്ന സമയത്ത് ആ സേനയെ കുറ്റം പറയുന്ന രീതി ശരിയാണോ? അത് ജേക്കബ് തോമസും ചിന്തിക്കേണ്ട കാര്യമാണ്, TP സെൻകുമാറും ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരുപക്ഷെ ഇവർ രണ്ടുപേരും പറഞ്ഞേക്കാം, ഞങ്ങളുടെ മുറ്റത്ത് വീഴുന്ന കരികില പെറുക്കി വിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സുഭിക്ഷമായി കഴിയാനുള്ളത് ഉണ്ടായിരുന്നെന്ന്. എങ്കിൽ പിന്നെ എന്തിനാണെന്നേ ഇവരെ ഈ സർവീസിൽ ജോലി ചെയ്യാൻ വേണ്ടി പോയത്? അവർക്ക് ആ സിവിൽ സർവീസിൽ ജോലി ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നല്ലോ. മറ്റേതെങ്കിലും ഒരാൾക്ക് അവസരം കിട്ടുമായിരുന്നല്ലോ. അവർക്ക് ആ കരികില് പെറുക്കി വിറ്റ് അവിടെ ഭക്ഷണം കഴിച്ചിരുന്നാൽ പോരായിരുന്നോ? പിന്നെ അൽഫോൻസ് കണ്ണന്താനമുണ്ട്. അൽഫോൻസ് കണ്ണന്താനം IAS നിന്ന് വന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളൊക്കെയുള്ള ഒരു IAS ഓഫീസറായിരുന്നു. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ പ്രീ-ഡിഗ്രി എക്സാമിനേഷൻസ് നടത്തുകയും +2 എക്സാമിനേഷൻസ് നടത്തുകയൊക്കെ ചെയ്ത് അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്ത് ഒരുപാട് റെക്കോർഡ്സ് ഉള്ള ആളാണ്. അതോടൊപ്പം തന്നെ ഡൽഹി ഡെവലപ്മെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുള്ള ഒരു നല്ല കഴിവുള്ള ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ബ്യൂറോക്രാറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് പേഴ്സണാലിറ്റി ആയിരുന്നു അൽഫോൻസ് കണ്ണന്താനം. പക്ഷേ അൽഫോൻസ് കണ്ണന്താനം മന്ത്രി ആയതോടുകൂടി വേറൊരു രീതിയിലാണ് ആക്ട് ചെയ്ത് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹം ബ്യൂറോക്രാറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും ഇദ്ദേഹത്തിന് ഏറ്റിട്ടുള്ള ഏതെങ്കിലുമൊക്കെ അടിയുണ്ടാവും. ഏതെങ്കിലും തരത്തിലൊക്കെ ഇയാളെ ഈ മനുഷ്യനെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഇൻസൾട്ട് ഇങ്ങനെ കിടന്നതിന് ശേഷം ഇദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് തൻ്റെ കീഴിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും ഇദ്ദേഹം ചവിട്ടിത്താഴ്ത്തുന്ന ഒരു രീതിയിലേക്ക് ഒരു പക്ഷെ പോയിട്ടുണ്ടാവാം. അതാണ് ഇദ്ദേഹം എന്താണ് മന്ത്രിയായതിനു ശേഷം പറയുന്നതെന്ന് ആർക്കും മനസ്സിലാവാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അറിയാതെ മാധ്യമങ്ങളെ കണ്ട്, അതൊക്കെ മാധ്യമങ്ങൾ കാണിച്ചത് കുറച്ച് മോശമായിട്ടുള്ള രീതിയാണ്. കാരണം ഒരു സ്വകാര്യ സംഭാഷണം, ഒരു സൗഹൃദ സംഭാഷണത്തെയൊക്കെ ഒരു വാർത്തയായിട്ട് പ്രദർശിപ്പിക്കുക അല്ലെങ്കിൽ എയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതത്ര ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. അത് കിടപ്പറയിൽ കൊണ്ടുപോയി ക്യാമറ വെക്കുന്നതിന് തുല്യമായിട്ടൊരു പരിപാടിയാണ് ഈ അൽഫോൻസ് കണ്ണന്താനത്തിൻ്റെ ഭാര്യ നടത്തിയൊരു സ്വകാര്യ സംഭാഷണത്തെ അവരെ വെറും കോമാളിയായിട്ട് ചിത്രീകരിച്ചതുകൊണ്ടൊന്നും നമുക്ക് യോജിപ്പില്ല. പക്ഷേ കണ്ണന്താനത്തിൻ്റെ പ്രവർത്തനത്തെ കൂടെ വിലയിരുത്തി പോകേണ്ടതുണ്ടെന്നേ. അദ്ദേഹം ആദ്യം എന്തായിരുന്നു CPMന്റെ MLA ആയിട്ട്, സ്വതന്ത്ര MLA ആയിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വിജയിച്ച ആളാണ്. അതിനുശേഷം അദ്ദേഹത്തിന് രാജ്യത്തെ മുഴുവൻ സേവിക്കണമെന്ന് ഉള്ള ഒരു ചിന്ത മനസ്സിൽ കയറിയതോടുകൂടിയാണ് അദ്ദേഹം ഡൽഹിക്ക് വണ്ടി കയറിയത്, നരേന്ദ്രമോദിയുടെ ആരാധകനായിട്ടൊക്കെ മാറിയത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് കിടക്കുന്നുണ്ട്. പിന്നെ സിവിൽ സർവീസിലേക്ക് വന്നിട്ടുള്ള കേരളത്തിൽ നിന്ന് പുറത്തുള്ള ഒരു BJP-കാരനുണ്ട്, അത് അണ്ണാമലയാണ്. അണ്ണാമലൈ അടുത്ത പ്രധാനമന്ത്രിയാകും, മോദി കഴിഞ്ഞാൽ അടുത്ത പ്രധാനമന്ത്രി സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള അണ്ണാമലൈ ആയിരിക്കും എന്ന രീതിയിൽ വരെ ചിത്രീകരണം നടന്ന കാര്യങ്ങൾ. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഏറ്റവും ഒടുവിൽ വെറും ഒരു കോമാളിയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ലേ?
കാരണം അദ്ദേഹം ചെരുപ്പിടില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നു. അതിനുശേഷം അദ്ദേഹം ദേഹത്ത് സ്വയം ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നു. ആ ചാട്ടവാറ് പഞ്ഞി കൊണ്ടുണ്ടാക്കിയ ചാട്ടവാറായിരുന്നു എന്ന് പിന്നീട് ലോകത്തിന് മുഴുവൻ മനസ്സിലാകുന്നു. അദ്ദേഹം വെറും ഒരു കോമാളിയായിട്ട് മാറുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ബാംഗ്ലൂർ സിറ്റിയെ കിടുകിട വിറപ്പിച്ചിരുന്ന ഒരു പോലീസ് കമ്മീഷണർ ആയിരുന്നു ഈ അണ്ണാമലൈ. ഈ അണ്ണാമലയാണ് ആ യൂണിഫോം ഊരി വെച്ചിട്ട് രാഷ്ട്രീയത്തിലേക്ക് എത്തുകയും രാഷ്ട്രീയത്തിൽ വന്ന് ആദ്യമൊക്കെ വളരെ പേരെടുത്തു. അതിനുശേഷം പക്ക കോമാളിയായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ്? കേന്ദ്രത്തിലുമില്ല, സംസ്ഥാനത്തിലുമില്ല, അവിടെയുമില്ല, ഇവിടെയുമില്ല എന്നുള്ള ഒരു സ്ഥിതിയിൽ BJP-യിൽ നിന്ന് ഏത് സമയത്തും അദ്ദേഹത്തെ എടുത്ത് പുറത്തേക്കിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ BJP നേതൃത്വത്തെ സംബന്ധിച്ച് BJP നേതൃത്വം ചെയ്യേണ്ട കാര്യമെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടിത്തട്ട് മുതൽ സംഘടനാ പ്രവർത്തനം നടത്തി ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കന്മാരുണ്ട് BJP-ക്കകത്ത് തന്നെ. അവരെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഒരു വാർത്ത സൃഷ്ടിക്കാം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും സംഭവിക്കത്തില്ല. ഇതുപോലുള്ള IAS IPS ഓഫീസർമാരെയൊക്കെ കൊണ്ടുവന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ കേന്ദ്ര സർവീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇപ്പൊ മേജർ രവിയൊക്കെ BJP-യുടെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞിട്ട് ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനമുണ്ടെന്നേ. പത്രമാധ്യമങ്ങളിൽ ഒരു വാർത്ത വരും എന്നതിനപ്പുറത്തേക്ക് ഒരു ദിവസത്തെ വാർത്ത മാത്രമാണ് ഇവരുടെയൊക്കെ BJP പ്രവേശനം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കുന്നില്ല. ഒരു മാറ്റവും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അത് BJP ഇനിയെങ്കിലും മനസ്സിലാക്കണം. BJP-യെ സംബന്ധിച്ചിട്ട് ഇനി കേരളത്തിൽ അവർക്ക് മുൻപോട്ട് പോകാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറയാം, BJP-ക്ക് അകത്ത് തന്നെ എത്രയോ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ ആയിക്കോട്ടെ, MT രമേശ് ആയിക്കോട്ടെ, കൃഷ്ണദാസ് ആയിക്കൊള്ളട്ടെ, BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അതോടൊപ്പം അനൂപ് ആന്റണി, ഷോൺ ജോർജ്, എത്ര നല്ല നേതാക്കന്മാർ ഈ പാർട്ടിക്കകത്തുണ്ട്. അപ്പൊ അവരെയൊക്കെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് വേണം BJP മുൻപോട്ട് പോകാനായിട്ട്. മറിച്ച് റിട്ടയർ ആയിട്ടുള്ള സിവിൽ ഏജന്റുമാരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന BJP പ്രവർത്തകരുടെ ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ടായി പോകും. ഇപ്പൊ ശാസ്താമംഗലം വാർഡ് ഡിവിഷനിലാണ് ശ്രീരേഖ IPS മത്സരിക്കുന്നത്. ഈ ശാസ്താമംഗലം ഡിവിഷനിൽ മത്സരിക്കുന്ന ശ്രീരേഖയെ സംബന്ധിച്ചിട്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു BJP പ്രവർത്തകൻ അവിടെ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടാവില്ലേ? അതായത് വർഷങ്ങളായിട്ട് ശാസ്താമംഗലം ഡിവിഷനിൽ BJP-ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തകനോടെ ഉണ്ടാവുമല്ലോ, 1-2 പ്രവർത്തകരുണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല മത്സരിക്കണമെന്ന്. പക്ഷെ അവരുടെ അവസരത്തെ നിഷേധിക്കുകയല്ലേ ശ്രീരേഖ IPS ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ഷന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ജയിക്കാമായിരുന്ന ഈ ശാസ്താമംഗലം ഡിവിഷൻ കൊണ്ടേ കളയാനായിട്ടുള്ള കാരണം ശ്രീരേഖ IPS-ന്റെ പെരുമാറ്റമാണ്. എനിക്ക് തോന്നുന്നില്ല ശ്രീരേഖ IPS അവിടെ തിരുവനന്തപുരത്ത് ശാസ്താമംഗലം ഡിവിഷനിൽ ജയിക്കുമെന്ന്. മറ്റ് പല സ്ഥലങ്ങളിലും BJP-യുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചേക്കാം, ഒരുപക്ഷെ അധികാരത്തിലേക്ക് വന്നേക്കാം. എങ്കിലും ശാസ്താമംഗലം വാർഡിൽ ശ്രീരേഖ IPS-ന്റെ കാര്യം കട്ടപ്പുകയാവാനായിട്ടുള്ള സാധ്യതകളാണുള്ളത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം ഇനിയെങ്കിലും BJP കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള, അതായത് സംഘടനാ പ്രവർത്തനം അറിയാവുന്ന, ജനാധിപത്യ ബോധമുള്ള, അല്ലെങ്കിൽ ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളെ വേണം സ്ഥാനാർത്ഥികളാക്കി കൊണ്ടുവരാനായിട്ട്. അതല്ലാതെ മറിച്ച് ഒരു ദിവസത്തെ വാർത്തയ്ക്ക് വേണ്ടിയിട്ട് ഈ റിട്ടയർ ആയിട്ട് ആർക്കും വേണ്ടാത്ത IPS IAS ഉദ്യോഗസ്ഥന്മാരെയും ആർക്കും വേണ്ടാത്ത ജനം പുറന്തള്ളിയിരിക്കുന്ന സിനിമാ താരങ്ങളെയും സെലിബ്രിറ്റികളെയും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് BJP-ക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കത്തില്ല. മറിച്ച് മറ്റു പാർട്ടികളിൽ നിന്നുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ, സംഘടനാ പ്രവർത്തനം അറിയാവുന്ന രാഷ്ട്രീയക്കാരെ പിടിച്ച് BJP-യിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അവർക്ക് ഗുണം ചെയ്യും എന്നുള്ളതല്ലാതെ ഇതുപോലുള്ള റിട്ടയർഡ് IPS IAS ഓഫീസർമാർ എന്നും BJP-ക്ക് തലവേദനയായിരിക്കും, ഒരു ശാപമായിരിക്കും എന്നും ഓർമ്മിപ്പിക്കുക മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ.